केरल व्यापारी व्यवसायी एकीकरण समिति और उनके अध्यक्ष राजू अप्सरा जी और सभी दूर दराज से आए हुए व्यापारी और उद्योगपतियों, तो एक बार नारा अपन लगाएंगे, व्यापारी एकता जिंदाबाद, व्यापारी एकता, व्यापारी एकता, व्यापारी एकता। धन्यवाद. കേരളത്തിലെ വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രവർത്തകരെ, സമാരാധ്യനായ അധ്യക്ഷൻ ശ്രീ രാജു അപ്സര, ഏവർക്കും നമസ്കാരം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം മുഴക്കിയ ആളുകളെ പ്രത്യേകം അദ്ദേഹം അഭിസംബോധന ചെയ്തു. മുദ്രാവാക്യം മുഴക്കിയ എല്ലാവരെയും അദ്ദേഹം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ആദ്യമേ തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ ഈ അവസരത്തിൽ ടി നിജാമുദ്ദീൻ ജി को याद करना चाहूंगा. മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. वो मेरे साथी थे. हम एक साथ मिलकर के भारतीय उद्योग व्यापार मंडल को आगे बढ़ा रहे थे. നമ്മുടെ സമാരാധ്യനായ പ്രസിഡന്റ്, ദേശീയ ഉദ്യോഗ മണ്ഡലിന്റെ പ്രസിഡന്റ് ശ്രീ രാജു അപ്സര, അദ്ദേഹത്തോടൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ഊർജ്ജസ്വലനായ ഒരു പ്രവർത്തകനാണ്. श्याम बिहारी जी मिश्रा, जिसको आप सभी जानते होंगे, भारतीय उद्योग व्यापार मंडल के अध्यक्ष थे और उस समय कई सारे आंदोलन हमने एग्जीक्यूट किए हैं. എനിക്ക് മുമ്പുണ്ടായിരുന്ന രാംധാരി സിംഗ് ഗുപ്ത, അദ്ദേഹം ദേശീയ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹവുമായി കൂടിച്ചേർന്ന് ഒരുപാട് സമരങ്ങൾ നടത്തുവാനുള്ള ഒരവസരം ലഭിച്ചിട്ടുണ്ട്. भाइयों, आप बहुत दूर दराज से आए हैं. ദൂരദേശത്ത് നിന്നും വന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, और ऐसा लगता है कि कुछ ऐसे कानून बन गए हैं जो भारत के इस 7 करोड़ व्यापारियों को दिक्कत देते हैं, समस्या उत्पन्न करते हैं. 7 കോടിയിൽ പരം വരുന്ന വ്യാപാരികൾക്ക് വളരെ കൂടുതൽ ദുഃഖമുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് നിയമം ഈ രാജ്യത്ത് നടപ്പാക്കിയിട്ടുണ്ട്. जब ये जीएसटी लागू हो रहा था, तब हमारे से केंद्र सरकार ने ये कहा था कि हम कम से कम खाद्यान्न जितने भी हैं उन पर टैक्स नहीं लगाएंगे. അന്ന് ഈ GST പ്രഖ്യാപിച്ച ആ സമരത്തിൽ ഗവൺമെന്റ് നമുക്ക് ഒരു വാക്ക് തന്നിരുന്നു, ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരു കാരണവശാലും ടാക്സ് ഏർപ്പെടുത്തുന്നതല്ലെന്ന്. पर इसके बावजूद तेल पर उन्होंने और तिलहन पर टैक्स लगाया. ഇതിന് വിരുദ്ധമായി ആദ്യമായി എണ്ണയ്ക്ക് टैक्स ഏർപ്പെടുത്തി ഗവൺമെന്റ്. बहुत सारी चीजें ऐसी थी जब बराबर ये कहा जा रहा था कि एक टैक्स होगा और एक कंट्री होगा. അതിന് ഉപോത്ബലകമായി തന്നെ ഗവൺമെന്റ് ഒരു പ്രഖ്യാപനം നടത്തി, നമ്മളുടെ രാജ്യം ഒന്നാണ്, നമ്മളുടെ ടാക്സ് ഒന്നാണ്, നമ്മളുടെ ജനങ്ങളും ഒന്നാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ഒരു ടാക്സ്. पर अभी कई सारे टैक्सेज हो गए हैं जीएसटी के अलावा भी. जीएसटी को भी 4-5 भागों में बांट दिया गया है. 1% है, 5% है, 12% है, 18% है, 28% है और कुछ ऐसे जिन्स हैं जिन पर टैक्स नहीं है.
तो वो उनको स्टेट टैक्स में ले लिया गया है, जैसे पेट्रोल है, डीजल है, गैस है। അതിന് വിരുദ്ധമായി ഈ ഭക്ഷണ പദാർത്ഥങ്ങളും അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് മാനേജ്മെന്റ് കമ്മിറ്റി ആദ്യമായി 0.5% ടാക്സ് ഏർപ്പെടുത്തി. ചിലതിനൊക്കെ 1% ആയി, ചിലതിനൊക്കെ 3% ആയി, ചിലതിനൊക്കെ 12% ആയി. ഈ സമയം നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഈ വസ്തുക്കൾക്ക് ഗവൺമെന്റ് ഒരിക്കലും ടാക്സ് ഏർപ്പെടുത്തുന്നതല്ലെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് ഈ പല ടാക്സ് പല രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് വസൂലാക്കുന്നത്. अभी देखिए, अभी मेरे ख्याल से 1.5 साल पहले ही उन्होंने ये जो लाइट जल रही है इसको 5% से 18% में ले लिया है। और इवन जो रबड़ था, बच्चे जो काम लेते हैं रबर पेंसिल, उस पर भी उन्होंने टैक्स बढ़ा दिया था। रबर पेंसिल तो हमारे धमकाने से वापस ले लिया है, परंतु अभी भी इस लाइट पर भी टैक्स बढ़ाया हुआ है. അതിന് വിരുദ്ധമായി ഗവൺമെന്റ് ടാക്സ് ഈടാക്കത്തില്ല എന്ന് പറഞ്ഞതിന് ശേഷവും അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റായ റബ്ബറിന് ഗവൺമെന്റ് ഇപ്പോൾ വലിയ ടാക്സ് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വലിയ ടാക്സ് നമ്മുടെ കയ്യിൽ നിന്ന് പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. टैक्स के साथ साथ उन्होंने एग्रीकल्चर मार्केट एक्ट लाए और उस पर मंडी फीस लगा रखी है, एपीएमसी जिसको बोलते हैं, वो अलग से लगा रखी है और उसमें अलग में भी पूरे प्रांतों में अलग अलग दर पर है, रेट पर है. तो उसका भी हम भरपूर विरोध कर रहे हैं और कह रहे हैं कि पूरे इंडिया में अगर आपको लगाना ही है तो 0.5% एपीएमसी टैक्स लगा लीजिए. നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് മാനേജ്മെന്റ് കമ്മിറ്റി ഈ അഗ്രികൾച്ചർ വസ്തുക്കൾക്ക് ടാക്സ് ഈടാക്കരുത് എന്ന് നിർദ്ദേശിച്ചിട്ട് പോലും ഗവൺമെന്റ് 0.5% മുതൽ 12% വരെ ടാക്സ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നേരത്തെ പ്രഖ്യാപിച്ച ധാരണകൾക്ക് വിരുദ്ധമായിട്ടാണ്. എന്തിനാണ് ഈ ഭിന്നമായ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിന് ഭിന്നമായ ടാക്സ് ഈടാക്കുന്നത്? അത് നമ്മളെ നശിപ്പിക്കുന്ന പ്രക്രിയയാണ്. जी आप देखिए, जीएसटी में हमने स्पष्ट कह दिया है केंद्र सरकार को कि आप अब 2 रेट ले लीजिए, एक 5% और एक 12%, और इसी में सब चीजों को लगाइए. और ऐसा अगर आप नहीं करेंगे तो मजबूर होकर के भारतीय उद्योग व्यापार मंडल को इस पर आंदोलनरत होना पड़ेगा. ഈ ഒരു വസ്തുവിന് തന്നെ 5% മുതൽ 12% വരെ ടാക്സ് ഈടാക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഒരുപാട് വ്യാപാരികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം വ്യാപാരികളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ വീണ്ടും ഒരു സമര മുഖത്തേക്ക് നമ്മൾക്ക് പോകേണ്ടി വന്നിരിക്കുന്നു. ऑनलाइन और मेट्रो बिजनेस पर भारतीय उद्योग व्यापार मंडल अब सख्त हो चुका है. बार बार पीयूष गोयल जी के यहाँ से कहा जाता है भारतीय उद्योग व्यापार मंडल क्या है. अब आप देखिए पीयूष गोयल जी, आज हमने केरल से शुरू किया है, अभी तो आंदोलन की अभी बहुत देरी है. हमने तो कहा है कि 15 तारीख जनवरी से करेंगे, 2 फरवरी को आपके दिल्ली में धरना देंगे. और अभी देख लीजिए केरल में क्या स्थिति है और व्यापारी उलट चुका है. देश का पूरा व्यापारी झंझावत है. ये जो बड़ी बड़ी कंपनियां आप लेके आए हैं, फ्लिपकार्ट आदि, इनको अब पुरुषना छोड़ दीजिए. ഇതിലുപരി ഓൺലൈൻ വ്യാപാരികൾ രാജ്യം മുഴുവൻ വ്യാപാരം പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു ജനങ്ങളുടെ ഇടയിൽ. ഈ ഓൺലൈൻ വ്യാപാരികളുടെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഫെബ്രുവരി മാസം 2-ാം തീയതി ഡൽഹിയിൽ ഭാരതീയ ഉദ്യോഗ മണ്ഡൽ ഒരു സമരമുറ സ്വീകരിക്കാൻ പോവുകയാണ്. ऑनलाइन में मेट्रो और इनका आपस में मिला जुला है. ऑनलाइन फैक्ट्रियां इनको ज्यादा डिस्काउंट दे देती है, पर और ये क्या करते हैं कि उसको रिटेलर को बेचते हैं. इवन यहाँ तक है कि जो एक्सपायरी गुड्स हैं वो भी मेट्रो लेकर के और रिटेलर को दे देता है. तो रिटेलर उनको अपना, और वहाँ और एक चाल ये चलते हैं कि उस पर जो रेट होती है उसका, वो जो एक्सपायरी डेट होती है उसको हटा करके दूसरी पर्ची लगा देते हैं. तो इससे हमारा व्यापार पिट रहा है. ഓൺലൈൻ വ്യാപാരികൾ പലപ്പോഴും ഒരുപാട് വില കുറച്ച സാധനങ്ങൾ കൊടുക്കുന്നതിന്റെ പിന്നിൽ ചില രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒന്ന്, എക്സ്പയറി ഡേറ്റ് കഴിയാറാകുന്ന സാധനങ്ങൾ ആ എക്സ്പയറി ഡേറ്റ് കഴിയുന്നതോടനുബന്ധിച്ചുകൊണ്ട് ആൾക്കാർക്ക് വിൽക്കുകയും പലപ്പോഴും എക്സ്പയറി ഡേറ്റ് എന്ന് എഴുതിയേക്കുന്ന രസീതിന്റെ മണ്ടയ്ക്ക് വേറൊരു പുതിയ പർച്ചി റെസീറ്റ് ഒട്ടിച്ച് ആളുകൾക്ക് കൊടുത്ത് ആളുകളെ പറ്റിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്.
ഇത് ഒരു വ്യാപാരിയുടെ കടയിൽ നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഈ ഓൺലൈൻ വ്യാപാരികളുടെ കള്ളക്കളി നമ്മളുടെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇതുപോലുള്ള സമരങ്ങൾ ഇവിടെ നടത്തുന്നത്. जिस तरह से ये जीएसटी में छापे डालते हैं और छापे डालते ही उनको चोर डिक्लेयर कर देते हैं, ऐसे ही इन्होंने आजकल एफएसएसआई में भी एक रवैया अपनाया है. किसी के यहाँ भी जाएंगे और उसके गुड्स को बिगर जांचे ही उसको गलत बता देंगे और उसको कहेंगे कि तेरे को सजा होगी. ഏതെങ്കിലും കാരണവശാൽ ഭക്ഷ്യവസ്തുക്കൾക്ക് ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വിതരണം ചെയ്യുന്ന വ്യാപാരികൾ തീർച്ചയായിട്ടും അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ നിർബന്ധിതരായി തീരും. എന്നാൽ ഓൺലൈൻ വ്യാപാരികൾ അത്തരം ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നില്ല. इन सब समस्याओं को लेकर के हमने गवर्नमेंट ऑफ इंडिया को नोटिस भेज दिया है और कहा है कि आप इन समस्याओं का समाधान कीजिए. 15 जनवरी तक नहीं करेंगे तो भारत के सारे प्रांतों के स्तर पर धरना दिया जाएगा और 2 फरवरी को हम यहाँ जंतर मंतर दिल्ली पर धरना देंगे. और फिर भी अगर आप नहीं माने तो पूरे भारत में आंदोलन को तेज कर दिया जाएगा. ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകിയിട്ടുണ്ട് ഭാരതീയ ഉദ്യോഗ മണ്ഡൽ. അതായത് ശ്രദ്ധിക്കും എന്ന് മാത്രം ഒരു മറുപടിയാണ് കിട്ടിയത്. ഇതുവരെ തീരുമാനമാകാത്തതുകൊണ്ട് ഫെബ്രുവരി മാസം 2-ാം തീയതി ഡൽഹിയിലെ ജന്തർ മന്ദർ മൈതാനത്ത് ശക്തമായ ഒരു സമരമുറ സ്വീകരിക്കാൻ ഭാരതീയ ഉദ്യോഗ മണ്ഡൽ നിർബന്ധിതമായിരിക്കുകയാണ്. मैं मानता हूं कि आप मेरे हिंदी में बोलने से थोड़ी तकलीफ है, परंतु इसीलिए मेरे साथी आपको मलयालम में समझा रहे हैं. भाव मेरा समझ गए होंगे. ये मान के चलिए कि हम सरकार को, अगर हमारे व्यापारियों को कोई दुख दर्द हुआ, कोई समस्या हुई, तो हम व्यापारियों के साथ खड़े हैं. हम व्यापारियों के साथ खड़े हैं और हर हालत में हम सरकार को चैन से बैठ नहीं देंगे. എനിക്ക് മലയാളം അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് എന്റെ ഹിന്ദി പ്രസംഗം മലയാളത്തിൽ അദ്ദേഹം തർജ്ജമ ചെയ്യുന്നത്. വളരെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഈ പ്രഭാഷണത്തിലുണ്ടെങ്കിൽ പോലും കാര്യങ്ങൾ വിശദീകരിക്കാൻ സമയം എന്നെ അനുവദിക്കുന്നില്ല. मैं केंद्र सरकार को चेताना चाहता हूं कि जिस तरह से आज केरल में हमने राजभवन के सामने धरना दिया है, ये हड़ताल की है, ये रैली निकाली है, ये मार्च किया है, उसी तरह से हर प्रांत में इसे दोहराया जाएगा. इसके लिए केंद्र सरकार तैयार रहे. मैं आज की सभा के जो आयोजक हैं उन सबको भी धन्यवाद देना चाहता हूं और आज राजू अप्सरा को जिन्होंने मुझे बुलाया है और बहुत सम्मान दिया है और उनकी टीम को, उनकी कार्यकारिणी को, जिले जिले से आए उन अधिकारी जो अध्यक्ष और मंत्रियों को और आप सब व्यापारियों को मैं अभिवादन करता हूं और धन्यवाद देता हूं. ഞാൻ കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ ഇങ്ങനൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഇത് രാജ്ഭവന്റെ മുന്നിലാണ് ഈ സമരം നടത്തുന്നത്. കാരണം രാജ്ഭവൻ കേന്ദ്ര സർക്കാരിന്റെ ഗവർണർ ഭരിക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു സമരം നടത്തുമ്പോൾ ഇതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിൽ തീർച്ചയായിട്ടും എളുപ്പം എത്തും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഈ സ്ഥലം തെരഞ്ഞെടുത്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ വിചാരത്തിന് ഞാൻ കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പ് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമരം ഇവിടെ നിന്ന് തുടങ്ങി ഇത് രാജ്യം മുഴുവൻ പരക്കും എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഇവിടെ വരാനുള്ള ഭാഗ്യം സിദ്ധിച്ചതുകൊണ്ടും ഇവിടെ പല ഭാഗത്തുനിന്ന് വന്നെത്തിച്ചേർന്നിട്ടുള്ള വ്യാപാരി സുഹൃത്തുക്കൾക്ക് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. एक बार फिर बोलिए, व्यापारी एकता, व्यापारी एकता, व्यापारी एकता. इन सब शब्दों के साथ मैं इस सम्मेलन का उद्घाटन करता हूं. ഈ എന്റെ പ്രഭാഷണത്തോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ഈ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. पुनः आपको अभिवादन, पुनः आपका धन्यवाद. मुझे बुलाया और बोलने दिया और आप सबने सुना, इसके लिए धन्यवाद. जय हिंद. എന്നെ ഈ സമ്മേളനത്തിന് വേണ്ടി വിളിച്ച, എന്നെ പങ്കെടുപ്പിച്ച, ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി.
എല്ലാവരും യോഗം തീരുന്നിരിക്കണം. വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അടുത്ത നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്, സംസ്ഥാന ഏകോപന സമിതിയുടെ എന്റെ അടക്കം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവ് ശ്രീ കുഞ്ഞാവു ഹാജി, അദ്ദേഹം 1 മിനിറ്റ് കൊണ്ട് നിർത്തിക്കോളൂ. വളരെ ആദരവുള്ള സമരത്തിന്റെ ആദ്യ സൂചനയാണ്. നമുക്കറിയാം, രാജ്യത്ത് ഇങ്ങനെ കച്ചവടക്കാരെ മുഴുവൻ തരത്തിൽ ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത തരങ്ങളാണ് ഇപ്പോൾ കേരള ഗവൺമെന്റ് കൊണ്ടുവന്നത്. സാധാരണയിൽ കേന്ദ്ര ഗവൺമെന്റുകൾ കച്ചവടക്കാരുടെ വച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം ഭീമമായ ഒരു ഇടിവെട്ടുന്ന തരത്തിലുള്ള ഒരു ദ്രോഹം കച്ചവടത്തിൽ അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നമുക്കറിയാം അത്രമാത്രം കച്ചവടക്കാരുടെ രാജ്യത്ത് വളരെ രാജ്യം അതുകൊണ്ട് തന്നെ ജീവൻ മരണം